2 മണിക്കൂർ നീണ്ട ഇന്ത്യ സന്ദർശനത്തിന് ശേഷം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് മടങ്ങി. പശ്ചിമേഷ്യയുടെ സുരക്ഷയും സമാധാനവും ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയും UAEയും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകളിലും ഒപ്പുവെച്ചാണ് സന്ദർശനം പൂർത്തിയായത്. ജയ്ഹിന്ദ് TV മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമാറിന്റെ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കരാറുകൾ ഒപ്പിട്ടും സംയുക്ത തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചുമാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് മടങ്ങിയത്. ഇന്ത്യയും UAEയും തമ്മിൽ നിലവിലുള്ള കരാറുകളും സഹകരണവും ശക്തിപ്പെടുത്താനും പുതിയ സഹകരണ മേഖലകൾ തുറക്കാനും സന്ദർശനം വഴിവെച്ചു. അതിർത്തി കടന്നുള്ള ഭീകരതയെ അപലപിക്കുകയാണെന്ന് UAE പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആവർത്തിച്ച് വ്യക്തമാക്കി. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്ന ആസൂത്രണം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് സുരക്ഷിത താവളം നൽകില്ലെന്നും കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. The two leaders also had the opportunity to exchange views in detail on regional developments in West Asia, and they expressed support for all efforts in promoting peace, security, stability and prosperity in the region. They unequivocally condemned cross-border terrorism and for the perpetrators, supporters and financiers of all acts of terrorism to be brought to justice. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധ വ്യവസായ സഹകരണം, ഊർജ്ജ സംരംഭങ്ങൾ, ഭക്ഷ്യസുരക്ഷ, ബഹിരാകാശ മേഖലയിലെ സഹകരണം എന്നീ വിഷയങ്ങളിലും സുപ്രധാന കരാറുകൾ ഒപ്പിട്ടു. A letter of intent was signed between the two sides to work towards concluding a framework agreement for a strategic defense partnership between India and the UAE. A letter of intent was also signed between the Indian National Space Promotion and Authorization Center in Space. ഗുജറാത്തിലെ ദൊലേരിയിൽ പ്രത്യേക നിക്ഷേപ മേഖലയുടെ വികസനത്തിനായി UAEയുടെ പങ്കാളിത്തം മോദി ഉറപ്പാക്കി. ഇതു സംബന്ധിച്ച ചർച്ചകളും നടന്നു. 2022 ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് ശേഷം വ്യാപാരത്തിലും സാമ്പത്തിക സഹകരണത്തിലും ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായ വളർച്ചയെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഇറാൻ US ബന്ധം, യമനെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ, ഗാസയിലെ രാഷ്ട്രീയ സാഹചര്യം എന്നിവയ്ക്കിടയിലാണ് UAE പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. UAE പ്രസിഡന്റിനെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് ഇരുവരും ബന്ധം ഊട്ടിയുറപ്പിച്ചു. തുടർച്ചയായ ഇത്തരം സന്ദർശനങ്ങളുടെ തിളക്കവും നേട്ടവും UAEയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് കൂടി അർഹതപ്പെട്ടതാണ്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.